ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം നമ്മൾ ഭഗവാന്റെ കൃപ കൊണ്ട് പഠിക്കുന്നു. പ്രഥമസ്കന്ധം അധ്യായം 4 ശ്ലോകം 8 വരെ നമ്മൾ ഇന്നലെ പഠിച്ചു. ഇന്നലെ ശൗനക ഋഷി സൂത ഗോസ്വാമിയോട് ശുകദേവ് ഗോസ്വാമിയെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളുമായി സംബന്ധിച്ചുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചത്. അവിടെ ശുകദേവ് ഗോസ്വാമി എങ്ങനെയാണ് അദ്ദേഹം ആ നിരാകാര ബ്രഹ്മനിൽ നിന്ന് ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു റിയലൈസേഷനിലേക്ക് അദ്ദേഹം ഉയരുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നലെ പഠിച്ചു. അപ്പോൾ അദ്ദേഹം കേട്ട ശ്ലോകങ്ങളെക്കുറിച്ച് നമ്മൾ വിവരിച്ചിരുന്നു. ഭഗവാന്റെ രൂപമാധുരിയെക്കുറിച്ചും വേണുമാധുരിയെക്കുറിച്ചും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മഹാകൃപ, മഹാകാരുണ്യം, അല്ലേ, അതെല്ലാം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. നൗമീഡ്യതേ അഭ്രവപുഷേ തടിതംബരായ ഗുഞ്ചാവദാംശ പരിപിച്ചലസന്മുഖായ വന്യശ്രജേ കവലവേത്ര വിഷാണ വേണു ലക്ഷ്മശ്രിയേ മൃദുപദേ പശുപാങ്കജായ അഹോബകീയം സ്തനകാലകൂട്ടം ജിഘാംസയാപായയത് അപ്യസാധ്വി ലേബേ ഗതിം ധാത്രി ഉചിതം തതോന്യം കംവാ ദയാലും ശരണം വ്രജേമ. ബർഹാപീഠം നട്ടവരവപുഃ കർണയോ കർണികാരം ബിഭ്രദ്വാസഃ കനകകപിശം വൈജയന്തിം ചമാലം രന്ധ്രാൻ വേണുരധരസുതയാ പൂരയൻ ഗോപവൃന്ദേ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശത് ഗീത കീർത്തി. 3 ശ്ലോകങ്ങൾ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ശുകദേവ് ഗോസ്വാമി ഭഗവാനെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ആകർഷണം തോന്നി. അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നു. അച്ഛനിൽ നിന്ന് ശ്രീമദ് ഭാഗവതം അദ്ദേഹം കേൾക്കുന്നു. ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ഇവിടെ ശുകദേവ് ഗോസ്വാമി നമ്മൾ വിചാരിക്കുന്ന പോലെ അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയല്ല. ഒരിക്കലും വിചാരിക്കരുത് നിരാകാര ബ്രഹ്മവാദിയായിരുന്ന ശുകദേവ് ഗോസ്വാമി അദ്ദേഹം പിന്നീട് പരിശുദ്ധ ഭക്തനായി മാറി. അതിനുശേഷം അദ്ദേഹം ക്വാളിഫൈഡായി പരീക്ഷിത് മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് ഭൗതിക ലോകത്തിൽ അദ്ദേഹം അല്ലെങ്കിൽ ഭാഗവതം മാനിഫെസ്റ്റ് ആവാൻ വേണ്ടി, ഭാഗവതം പ്രകടമാവാൻ വേണ്ടി ശുകദേവ് ഗോസ്വാമി ഈ ലീലയിൽ ഒരു ഭാഗമാണ്. അതിൻ്റെ അർത്ഥം ശുകദേവ് ഗോസ്വാമി ഈ ലോകത്തുള്ള ആളല്ല. അദ്ദേഹം ഗോലോക വൃന്ദാവനത്തിലെ ഭഗവാന്റെയും രാധാറാണിയുടെയും കൂടെയുള്ള ഒരു ശുദ്ധ നിത്യസിദ്ധനായിട്ടുള്ള ഭക്തനാണ്. ശുക തത്ത രാധയുടെ, ശ്രീമതി രാധാറാണിയുടെ തത്തയാണെന്ന് ആചാര്യന്മാർ പറയുന്നു. അപ്പോൾ അങ്ങനെ പല എക്സ്പ്ലനേഷൻ, പല അഭിപ്രായങ്ങളും ഉണ്ട്. എന്നാൽ അതായത് ശുക്കത്തത്തെയാണെന്ന് പറയുന്ന ഒരു ആചാര്യന്മാർ കുറച്ച് പേരുണ്ട്. അല്ലാതെ നിത്യസിദ്ധരായിട്ടുള്ള വേറെ സ്ഥാനമാണ് അവിടെ ഉള്ളത് എന്നും പറയുന്നുണ്ട്. എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശുകദേവ് ഗോസ്വാമി ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് നേരിട്ട് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ശ്രീമദ് ഭാഗവതം പറയാൻ സാധിക്കില്ല. ഭാഗവതം ഇവിടെയുള്ളതല്ല. ഭാഗവതം ഭഗവാന്റെ തിരുമുഖത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഭഗവാൻ ബ്രഹ്മദേവൻ ആദ്യം പറഞ്ഞു കൊടുക്കുന്നതാണ്. ഭാഗവതം എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരമാണ്. അപ്പോൾ ആ ഭാഗവതത്തിൻ്റെ ആ ഭാഗവതം പറയുന്ന അല്ലെങ്കിൽ ചൊല്ലുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരാൾക്ക് സാധിക്കുന്നതല്ല. അപ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ബ്രഹ്മവാദിയായിട്ടുള്ള ഒരാൾ ഭക്തനായി മാറി നമ്മളെപ്പോലുള്ള ഒരു സാധന സിദ്ധനോ അല്ലെങ്കിൽ ബ്രഹ്മവാദം ഫോളോ ചെയ്തിരുന്ന ഒരാൾ പെട്ടെന്ന് മാറി ഭക്തനായി അദ്ദേഹം ഭാഗവതം പറയുന്നു, അങ്ങനെ ഉള്ള ഒരു പൊസിഷനല്ല ശുകദേവ് ഗോസ്വാമിയുടെ. അപ്പോൾ ഇത് ലീലയുടെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു ഭാഗവതം നമ്മുടെ മുമ്പിൽ പ്രകടമാവുന്നതിൻ്റെ ലീലയിൽ ഭാഗമായിട്ട് ശുകദേവ് ഗോസ്വാമി അതിൻ്റെ പാർട്ടായിരുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഗോലോക വൃന്ദാവനത്തിൻ്റെ ഒരു പൊസിഷനുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ ശുകദേവ് ഗോസ്വാമിയെ ചെറിയ ആളായിട്ട് കാണും. ബ്രഹ്മവാദമായിരുന്നു, മാറി, നമ്മൾ അങ്ങനെയായിരുന്നില്ല, നമ്മൾ ആദ്യമേ ഭക്തിയിലേക്ക് വന്നു എന്നുള്ള ചിന്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആരും നിത്യസിദ്ധരല്ല. നമ്മൾ ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. നിത്യസിദ്ധരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എപ്പോഴും അവിടെ ഉള്ളവരാണ്. അവർ ഇവിടുന്ന് ഈ ഭൗതിക ലോകത്തിൽ
വന്നതിന് ശേഷം അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ നിന്ന് ആ ആധ്യാത്മിക ലോകത്തിലേക്ക് പോയിട്ടുള്ളവരല്ല. അവർ ഓൾറെഡി അവിടെയുള്ളവരാണ്, അല്ലെങ്കിൽ അവർ നിത്യവും അവിടെയുള്ളവരാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ട് നമുക്ക്. അവർ അവിടെ ഓൾറെഡി ഉള്ളവരാണ്. നമ്മളിവിടെ ഓൾറെഡി ഉള്ള പോലെ നിത്യസ്ഥിതിർ അവിടെയുണ്ട്. എവിടെ? ആധ്യാത്മിക ലോകത്ത്. അപ്പോൾ അവിടെ നിന്ന് ഭഗവാന്റെ ലീലകൾ ചെയ്യുന്ന സമയം, ഭഗവാൻ ലീലകൾ ചെയ്യുന്ന സമയത്ത് ഭഗവാൻ തനിയല്ല വരുന്നത്, ഒരുപാട് ഭക്തർ കൂടെ വരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തികൾക്കും ഓരോ റോളുകൾ കൊടുക്കുന്നുണ്ട്. ചിലവർ ആചാര്യന്മാരായിട്ട് വരുന്നുണ്ട്, ചിലവർ ഇതേപോലെ ശുകദേവ ഗോസ്വാമിയെ പോലെ വന്നു, അതേപോലെ ഒരുപാട് ഭക്തരുണ്ട്. അതേപോലെ അവർ വരുന്നു, ഭഗവാന്റെ എന്താണോ സർവീസസ് ചെയ്യാൻ ഭഗവാൻ നിയോഗിക്കുന്നത് അത് ചെയ്തതിന് ശേഷം പിന്നീട് തിരിച്ചു പോകുന്നു. അപ്പോൾ നിത്യസിദ്ധരായിട്ടുള്ളവരുടെ ഒരു പൊസിഷൻ അതാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം ശുകദേവ ഗോസ്വാമിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അടുത്ത ശ്ലോകം 9 നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പരീക്ഷിത്ത് മഹാരാജാവിനെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ശൗനക ഋഷി സൂത ഗോസ്വാമിയോട്. അപ്പോൾ നോക്കാം എന്താണ് ചോദിക്കുന്നുള്ളത്. അഭിമന്യുസുതം സൂത പ്രാഹുർഭാഗവതോത്തമം തസ്യ ജന്മാ മഹാശ്ചര്യം കർമാണി ച ഗൃണീനിന. ഓക്കെ, ജയദായിനി മാതാജി ഭാഗവതം ഉണ്ടെങ്കിൽ വായിച്ചോളൂ. കൃഷ്ണ. അഭിമന്യുസുതം സൂത പ്രാഹുർഭാഗവതോത്തമം തസ്യ ജന്മ മഹാശ്ചര്യം കർമാണി ച ഗൃണീഹി. വിവർത്തനം. പരീക്ഷിത്ത് മഹാരാജാവ് ഭഗവാന്റെ 1-ാം തരം ഉത്തുംഗ ഭക്തനാണെന്നും അദ്ദേഹത്തിന്റെ ജന്മകർമ്മങ്ങളൊക്കെ മഹാ അത്ഭുതങ്ങളുമാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ആകയാൽ അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ദയവായി വിശദീകരിച്ചു തന്നാലും. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ ചോദിക്കുന്നു, പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ച് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ജന്മത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കർമ്മത്തെക്കുറിച്ചും, അതായത് കർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലീല, അദ്ദേഹം എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മത്തെക്കുറിച്ചും 2 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, പരീക്ഷിത്ത് മഹാരാജാവിനെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? ഭാഗവതോത്തമ. ഭാഗവതോത്തമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ഭക്തൻ, ഉത്തമ ഭക്തൻ, ഉത്തമ ഭക്തൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ഒരു പൊസിഷനും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഭാഗവതോത്തമം തസ്യ, അദ്ദേഹത്തിൻ്റെ ജന്മം എന്ന് പറയുന്നത് മഹാശ്ചര്യമാണ്, ഒരുപാട് ആശ്ചര്യജനകമായിട്ടുള്ളതാണ് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ജന്മം. നമ്മളതെങ്ങനെയാണെന്നുള്ളത് ഇനി മുന്നോട്ട് ഭാഗവത്തിൽ കാണും. അതേപോലെ കർമാണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കർമ്മം അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇതെല്ലാം വളരെ ആശ്ചര്യജനകമാണ്, അത്ഭുതകരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആരെക്കുറിച്ച്? പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ജന്മവും അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണോ, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ കൂടുതൽ കേൾക്കണമെന്നുണ്ട്. അപ്പോൾ ഭാഗവതോത്തമം എന്നും അദ്ദേഹത്തെ വിളിക്കുന്നു. അതേപോലെ അഭിമന്യുസുതം എന്ന് പറഞ്ഞാൽ അഭിമന്യുവിൻ്റെ മകൻ പരീക്ഷിത്ത് മഹാരാജാവ്. അതാണ് ശീലപ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു. ശീലപ്രഭുപാദിൻ്റെ മനോഹരമായിട്ടുള്ള ഭാവാർത്ഥം പ്രഭുപാദ് കി ജായ്. ശീലപ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മഹാരാജ് പരീക്ഷിത്തിൻ്റെ ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെഷ്യലാണ്. നമുക്ക് ആർക്കെങ്കിലും ഉള്ള പോലെ ആണോ സംഭവിച്ചിട്ടുള്ളത്? അല്ല. മഹാരാജ് പരീക്ഷത്തിൻ്റെ ജന്മം നമുക്കറിയാം. അശ്വത്ഥാമ, നമ്മളിനി ഭാഗവത്തിൽ കാണും മുന്നോട്ട്. അശ്വത്ഥാമ ബ്രഹ്മാസ്ത്രം അയക്കുന്നു ഉത്തരാദേവിയുടെ ആ ഗർഭപാത്രത്തിലേക്ക്, അല്ലെങ്കിൽ അവിടേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടാണ് വിടുന്നത്. അങ്ങനെ പരീക്ഷിത്ത് മഹാരാജാവിനെ, ഗർഭപാത്രത്തിലുള്ള പരീക്ഷിത്ത് മഹാരാജാവിനെ കൊല്ലുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ പാണ്ഡവരുടെ ആ ഒരു ഡൈനാസ്റ്റി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അശ്വത്ഥാമ ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ആ സമയത്ത് ഉത്തരാദേവി ഓടി ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. ഭഗവാൻ എന്തു ചെയ്യുന്നു? ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ച് പരീക്ഷിത്ത് മഹാരാജാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു.
ആ ഗർഭപാത്രം മുഴുവനും അദ്ദേഹം കവചം കൊണ്ട് അദ്ദേഹത്തിന് ഭഗവാന്റെ ശക്തി കൊണ്ട് മൂടുന്നു. അപ്പോൾ ബ്രഹ്മാസ്ത്രത്തിന് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് അങ്ങനെ, അതായത് ഗർഭപാത്രത്തിൽ ഉള്ളപ്പോഴേ ഭഗവാൻ നേരിട്ട് വന്ന് സംരക്ഷണം കൊടുത്തിട്ടുള്ള വളരെ സ്പെഷ്യലായിട്ടുള്ള ഭക്തനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മം വളരെ അത്ഭുതകരമാണ്. ആർക്കും ഇല്ലാത്ത ഒരു ജന്മമാണ്. ഇങ്ങനെ ആർക്കും ഉണ്ടാവില്ല. ഇനി അതേപോലെ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കർമ്മം അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാം, അദ്ദേഹം ഉള്ള സമയത്ത് കലി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, അതായത് ദ്വാപരത്തിൻ്റെ അവസാനമാണ് ഈ ഒരു ഇതെല്ലാം നടക്കുന്നത് നമുക്കറിയാം. അപ്പോൾ കലി ഓൾറെഡി വന്നു തുടങ്ങിയിരുന്നു. കലി യുഗസന്ധിയാണ് ആ സമയത്ത്. അപ്പോൾ കലി ഓൾറെഡി ഇദ്ദേഹത്തിൻ്റെ രാജ്യത്തേക്ക് പ്രവേശിച്ചു, ഈ കലി എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആ കലി എന്ന് പറയുന്ന വ്യക്തിയെ പരീക്ഷിത്ത് മഹാരാജാവ് ശകാരിക്കുന്നുണ്ട്. ആ ഒരു സെക്ഷൻ, ആ ഒരു ലീലയും നമ്മളിനി മുന്നോട്ട് ഭാഗവത്തിൽ പഠിക്കും. അപ്പോൾ അവിടെയും എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹം ലോകത്തെ അല്ലെങ്കിൽ ലോകം മുഴുവനും ഭരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു പരീക്ഷിത്ത് മഹാരാജാവ്. അപ്പോൾ അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭരിക്കുന്ന കാലത്ത് ഈ പറയുന്ന അനർത്ഥങ്ങളൊന്നും ഇവിടെ ഞാൻ സമ്മതിക്കില്ല. അതായത് കലി ഇരിക്കുന്ന, എന്നിട്ടാണ് പിന്നെ കലിയോട് പറയുന്നത് 4 സ്ഥലങ്ങളിൽ പോയി നിനക്ക് കലി കാലിൽ വീണു അപേക്ഷിച്ചു. രാജാവായതുകൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവ് ആരെങ്കിലും ശരണം പ്രാപിക്കുകയാണെങ്കിൽ പിന്നെ കൊല്ലാൻ പാടില്ല എന്നാണ്, അതാണ് ഒരു നീതി. അതുകൊണ്ട് അദ്ദേഹം കൊല്ലാതെ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ രാജ്യത്ത് നിനക്ക് സ്ഥാനമില്ല. അതായത് ഈ ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിനക്ക് ഇവിടെ ഒരു റോളും ഇല്ല. അപ്പോൾ അദ്ദേഹം പറയും, എന്നാൽ ഞാൻ എവിടെ പോവും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എവിടെയാണോ ചൂത് കളിക്കുന്നത് അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി ആളുകൾ മത്സരിക്കുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്, എവിടെയാണോ അവിഹിത കാര്യങ്ങൾ നടക്കുന്നത്, എവിടെയാണോ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഒരു സേവനവും അങ്ങനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം, അതേപോലെ തന്നെ എവിടെയാണോ മത്സ്യമാംസങ്ങളൊക്കെ മൃഗങ്ങളെ കൊന്നുകൊണ്ട് കശാപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ അങ്ങനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിനക്ക് ഇരിക്കാം. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിനക്ക് പ്രവേശനമില്ല. പരീക്ഷിത്ത് മഹാരാജാവ് ഇത്രയും കോൺഫിഡൻസോടുകൂടി പറയുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, ഈ 4 സ്ഥലത്തും പൊക്കോളൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കൂട്ടത്തിൽ സ്വർണത്തിൻ്റെ കാര്യവും പറയുന്നുണ്ട്. സ്വർണം എന്ന് പറയുന്നത് ധനം, കൂടുതൽ ധനമുള്ളിടത്ത് പ്രശ്നങ്ങളുണ്ട് അല്ലേ, നമുക്കറിയാം. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് ഇത്രയും കോൺഫിഡൻസോടുകൂടി കലിയോട് പറയുവാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ രാജ്യം അത്രയും മനോഹരമായിട്ടുള്ള രാജ്യമായിരുന്നു. അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് ഈ പറയുന്ന 4 അനർത്ഥങ്ങൾ, 4 തെറ്റുകൾ, 4 മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ആയിരുന്നു, ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇരുന്നോളൂ. അപ്പോൾ അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിൻ്റെ രാജ്യത്തു നിന്നും സാധിക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ അതൊന്നും നടക്കുന്നതല്ല. അതുകൊണ്ട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഇന്നത്തെ കാലത്ത് ഈ 4 സ്ഥലങ്ങളാണ് എല്ലാവരും അതിൻ്റെ പുറകിലാണ്. അതുകൊണ്ടാണ് ഈ 4 നിയമങ്ങൾ, നമ്മൾ പാലിക്കുന്ന 4 നിയമങ്ങൾ എവിടെ നിന്ന് വന്നു? ഭാഗവതത്തിൽ നിന്ന് വന്നതാണ്. ഇത് പ്രഭുപാദായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു നിയമമല്ല, ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. കലിയിരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ 4 സ്ഥലങ്ങൾ. അതുകൊണ്ട് നമ്മൾ ആരും ഈ 4 കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ കലിയുടെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. ഇതാണ് കാര്യം. അപ്പോൾ ഭാഗവതമാണ് റെഫറൻസ്. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് അങ്ങനെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ലീലയും ഒരുപാട് മനോഹരമാണ്. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ ജന്മം സ്പെഷ്യലാണ് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ, അത്ഭുതമാണ്. അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളും അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളും അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവസാനം മരണമോ അതും അത്ഭുതമാണ്. ആർക്കെങ്കിലും ഉണ്ടാവും ഇതേപോലെ? അതായത് ചെറുപ്പമായിരുന്നു അദ്ദേഹം അപ്പോഴും. ശാപം കിട്ടുന്ന സമയത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ച് ശപിക്കാമായിരുന്നു, പക്ഷെ ഒന്നും ചെയ്തില്ല. ഒരക്ഷരം മിണ്ടാതെ ഭഗവാന്റെ തീരുമാനമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആ ശാപം അദ്ദേഹം സ്വീകരിക്കുന്നു. എന്നിട്ട് എല്ലാം ഉപേക്ഷിച്ച് കൗപീനം മാത്രം ഉടുത്തുകൊണ്ട് അദ്ദേഹം ഗംഗാതീരത്ത് പോയി, അല്ലെങ്കിൽ യമുനാ തീരത്ത് പോയി ശുകദേവ് ഗോസ്വാമിയിൽ നിന്ന് ശ്രീമദ് ഭാഗവതം കേൾക്കുന്നു. ഇതാണ് അദ്ദേഹം ചെയ്തത്.
എന്നിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവും അദ്ദേഹം ഈ ലോകം വിട്ട് പോകുന്നതും വളരെ സ്പെഷ്യലാണ്. അതുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവ് ശരിക്കും സൂപ്പർ സ്റ്റാറാണ്. അതുകൊണ്ടാണ് ഭാഗവതോത്തമൻ എന്ന് വിളിക്കുന്നത്. വെറുതെയല്ല, ഭാഗവതോത്തമൻ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അത്രയും സ്പെഷ്യലായിട്ടുള്ളൊരു ഭക്തനാണ്. യെസ്. ശ്ലോകം 10. സമ്രാട്ട് കസ്യ വാ ഹേതോ പാണ്ഡൂനാം മാനവർദ്ധനഃ പ്രായോപവിഷ്ടോ ഗംഗായാം അനാദൃത്യാധിരാജ് ശ്രിയം. റൈറ്റ്. ജ്യോതിലക്ഷ്മി മാതാജി ഉണ്ടോ? ഓക്കെ. ഹരേ കൃഷ്ണ. വായിക്കാൻ പറ്റും. ഓക്കെ, നോ പ്രോബ്ലം. വേണുഗോപാൽ പ്രഭു ഉണ്ടോ? ഇല്ല പ്രഭു. ഓക്കെ, ശരി, നോ പ്രോബ്ലം. ഗീതാ മുരളി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്ലോകം 10. ഓം നമോ ഭഗവതേ വാസുദേവായ. സമ്രാട് കസ്യ വാ ഹേതോ പാണ്ഡൂനാം മാനവർദ്ധന പ്രായോപവിഷ്ടോ ഗംഗായ അനാദൃത്യാധിരാജ് ശ്രിയം. വിവർത്തനം ബൈ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ടീച്ചർ. പരീക്ഷിത്ത് മഹാരാജാവ് സർവ്വ ഐശ്വര്യങ്ങളും അധീനത്തിലാക്കിയ പ്രബലനായ ചക്രവർത്തിയായിരുന്നു. പാണ്ഡു വംശത്തിന്റെ യശസ് ഉയർത്തും വിധം ഉത്തുംഗനായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള അദ്ദേഹം സർവ്വതും ഉപേക്ഷിച്ച് മരണം വരെ ഉപവാസം അനുഷ്ഠിച്ച് ഉപവിഷ്ടനായത് എന്തുകൊണ്ടാണ്? ഹരീഷ്ണ. താങ്ക് യു. പരീക്ഷിത്ത് മഹാരാജാവ്, അദ്ദേഹത്തെക്കുറിച്ച് തന്നെയുള്ള ചോദ്യത്തിൻ്റെ ബാക്കിയാണ് ശൗനക ഋഷി ചോദിക്കുന്നത്. വളരെ വലിയൊരു ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. ചെറിയൊരു രാജാവല്ല. ചക്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവനും ഭരിക്കുന്ന ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും അല്ലെങ്കിൽ ധനത്തിൻ്റെ കാര്യമാണെങ്കിലും സാമ്രാജ്യമാണെങ്കിലും എല്ലാം അദ്ദേഹത്തിന് ഒരുപാടുണ്ടായിരുന്നു. ലോകം മുഴുവനും ഭരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അതെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. മാത്രമല്ല വേറെ ഇവിടെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? പാണ്ഡു കുലത്തിൻ്റെ അഭിമാനമായിട്ടുള്ള പരീക്ഷിത്ത് മഹാരാജാവ്. പാണ്ഡുകുലത്തിൻ്റെ യശസ്, കീർത്തി കൂട്ടുന്നു പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ലീല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജന്മം, കർമ്മം, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തിരോഭാവം, ഇതെല്ലാം വളരെയധികം പാണ്ഡവരുടെ ആ കുലത്തിന് തന്നെ ആവും വിധമാണ് നടന്നിട്ടുള്ളത്. കാര്യം അത്രയും വരിഷ്ഠനായിട്ടുള്ള ഭാഗവതോത്തമ ഭക്തനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷിത്ത് മഹാരാജാവ് എല്ലാത്തിൻ്റെയും അധിപനായിരുന്ന വ്യക്തി, ചക്രവർത്തി സാമ്രാട്ടായിട്ടുള്ള വ്യക്തി, അദ്ദേഹം ഇതെല്ലാം ഒരു നിമിഷം കൊണ്ടെല്ലാം ഉപേക്ഷിച്ച് ഗംഗാതീരത്ത് പോയി അദ്ദേഹം വെള്ളം പോലും കുടിക്കാതെ ഭാഗവതം കേൾക്കാൻ പോകുന്നു, അല്ലേ? ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ച് വിശദീകരണങ്ങൾ ഞങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. അതായത് കൂടുതൽ ഇതിനെക്കുറിച്ച് പറയൂ എന്നാണ് പറയുന്നത്, എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ. ശീലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, പരീക്ഷിത്ത് മഹാരാജാവ് ലോകം മുഴുവനും ഭരിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലാത്തതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എങ്ങനെയായിരുന്നു യുധിഷ്ഠിര മഹാരാജാവ് ഭരിച്ചിരുന്നത്? അതേപോലെ തന്നെ യുധിഷ്ഠിര മഹാരാജാവും ഇതേപോലെ തന്നെ അദ്ദേഹവും ലോകം മുഴുവനും ഭരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായിയായി, അല്ലെങ്കിൽ അടുത്ത ഒരു ജനറേഷനിൽ വരുന്ന രാജാവായി നിയോഗിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവിനെയാണ്. മാത്രമല്ല ഇവിടെ പ്രഭുപാദ് പറയുന്നു, പരീക്ഷിത്ത് മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്യഭരണം വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കുലത്തിലുള്ള എല്ലാവരും, യുധിഷ്ഠിര മഹാരാജാവും അതേപോലെ തന്നെ പാണ്ഡുവും മറ്റുള്ള അവരുടെ കുലത്തെ മുഴുവനും അഭിമാനം, അല്ലെങ്കിൽ എല്ലാവർക്കും അഭിമാനമായി മാറാൻ ഉതകുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണം, അഡ്മിനിസ്ട്രേഷൻ എല്ലാം. അതൊക്കെ ഇവിടെ പ്രഭുപാദ് പറയുന്നുണ്ട്. അപ്പോൾ ശൗനക ഋഷി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് വളരെയധികം ആശ്ചര്യമാവുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്ന വ്യക്തി പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇതെല്ലാം ഉപേക്ഷിച്ച്
അങ്ങനെ പോയി എല്ലാം ഉപേക്ഷിച്ച് പോകുന്നു ഗംഗാതീരത്തേക്ക്. എങ്ങനെ ഇത് സംഭവിച്ചു, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. ശ്ലോകം 11 പോവാം. നമന്തി യത്പാദനികേതമാത്മനഃ ശിവായ ഹാനീയധനാനി ശത്രവഃ കഥം സ വീരാ ശ്രിയമംഗദുഷ്ത്യജാം യുവൈഷതോ സ്രഷ്ടും അഹോ സഹാസുഭിഃ. രത്ന മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 11. നമന്തി യത്പാദനികേതമാത്മനഃ ശിവായ ഹാനിയധനാനി ശത്രവഃ കഥം സ വീരാ ശ്രിയമഗ്നദുസ്ത്യജാം യുവൈഷതോത്സൃഷ്ടും അഹോ സഹാസുഭിഃ. ജയ ശ്രീ പ്രഭുപാദർ കി ജയ്. വിവർത്തനം. ശത്രുക്കളെല്ലാം വന്ന് കാൽകൾ വണങ്ങി സ്വക്ഷേമാർത്ഥം അവരുടെ സമ്പത്തെല്ലാം സമർപ്പിക്കുമാറ് മഹാനായ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം പൂർണ്ണ യൗവനയുക്തനും ശക്തനുമായ അദ്ദേഹം ത്യജിക്കുവാൻ പ്രയാസമായ രാജകീയ ഐശ്വര്യങ്ങളുടെ ഉടമയായിരുന്നു. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് തന്റെ ജീവൻ ഉൾപ്പെടെ സർവവും ഉപേക്ഷിക്കാൻ അദ്ദേഹം സന്നദ്ധനായത്? ഹരേ കൃഷ്ണ. ജയ ശ്രീ പ്രഭുപാദർ കി ജയ്. താങ്ക് യു പ്രഭു. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ തുടർച്ചയാണ്. പരീക്ഷിത് മഹാരാജാവ് ചക്രവർത്തിയാണ്, ചക്രവർത്തി സാമ്രാട്ടാണ്. അദ്ദേഹം ലോകം മുഴുവനും ഭരിച്ചിരുന്ന വ്യക്തിയാണ്. ശത്രുക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് അല്ലെങ്കിൽ ശരണം പ്രാപിച്ച് അവരുടെ കയ്യിലുള്ള എല്ലാ ധനവും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നു. അത്രമാത്രം എല്ലാവർക്കും അല്ലെങ്കിൽ അത്രമാത്രം വലിയൊരു പൊസിഷനായിരുന്നു പരീക്ഷിത് മഹാരാജനുണ്ടായിരുന്നത്. മാത്രമല്ല ഇവിടെ പറയുന്നു അദ്ദേഹം വളരെ ചെറുപ്പമായിരുന്നു, ശക്തിശാലിയായിരുന്നു, എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ ഐശ്വര്യങ്ങളും കാര്യങ്ങളൊക്കെ ത്യജിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ദുഷ്തജ്യം, അതായത് ദുഷ്തജ്യം, അതായത് ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള ധനവും അല്ലെങ്കിൽ ഐശ്വര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമായിട്ടുള്ള കാര്യമല്ല. കാര്യം ജനറലി പറയുകയാണെങ്കിൽ നമുക്ക് അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് ഉള്ള കാരണം നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ വിഷമമാണ്. എന്നാൽ പരീക്ഷിത് മഹാരാജാവ് ഇതെല്ലാം ലോകം മുഴുവനും കയ്യിലുണ്ടായിരുന്ന വ്യക്തി ഒരു നിമിഷം കൊണ്ട് എല്ലാം ഉപേക്ഷിക്കുന്നു. അതെങ്ങനെ സാധിച്ചു? ദുഷ്തജ്യാം, ഇത്രയും ബുദ്ധിമുട്ടാണ് അത് ഉപേക്ഷിക്കുക. ചെറിയ ഒരു കാര്യങ്ങൾ പോലും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ചെറുതായിട്ട് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും, എന്തിനു പറയണം, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ ഡ്രസ്സ് പഴയതായി കഴിഞ്ഞാൽ ഉപേക്ഷിക്കാൻ പോലും നമുക്ക് മടിയാണ്. അവസ്ഥ എന്താണ്? ആദ്യം നമ്മൾ ആ ഡ്രസ്സ് ഉപയോഗിക്കും, കുറേ വർഷങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് അത് കളയാൻ മടിയായതുകൊണ്ട് അത് ചിലപ്പോൾ നിലം തുടയ്ക്കാൻ വേണ്ടി എടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തുടയ്ക്കാൻ വേണ്ടി എടുക്കും. അപ്പോഴും നമ്മൾ ഉപേക്ഷിക്കുന്നില്ല, കാര്യം അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് പോയിട്ടില്ല. ഇത്രയും ചെറിയൊരു സാധനത്തോട് പോലും നമ്മുടെ അറ്റാച്ച്മെൻറ്റ് എങ്ങനെയാണ്? ആ തുണി മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യും, അവസാനം തുടയ്ക്കാനുള്ള തുണിയായിട്ടെടുത്ത് അവസാനം ഒന്നിനും കൊള്ളാത്ത ഒരവസ്ഥയിലാണ് അതെടുത്ത് കളയുന്നത്. അതാണ് നമ്മുടെ അവസ്ഥ. പരീക്ഷിത് മഹാരാജാവിന് ലോകം മുഴുവനും കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നിമിഷത്തിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് പോകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ലോകം മുഴുവനും ഭരിച്ചിരുന്നു എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന് ഒരു ലെവലേശം അതിനോട് ഒരു ആസക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉപേക്ഷിക്കാൻ സാധിച്ചത്. കാരണം ഭാഗവതോത്തമ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനുള്ള ആകർഷണം അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള അറ്റാച്ച്മെൻറ്റ് ഭഗവാനോട് മാത്രമാണ്, മറ്റുള്ള ഒന്നിനോടുമില്ല. അതാണ് അദ്ദേഹത്തിന് സാധിച്ചത്. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് തീർച്ചയായിട്ടും അത്ഭുതമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ശൗനക ഋഷി ഇവിടെ പറയുന്നു. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, പരീക്ഷിത് മഹാരാജാവ് ഭരിച്ചിരുന്ന കാലത്ത് ലോകം മുഴുവനും സമ്പൽ സമൃദ്ധിയായിരുന്നു. ആവശ്യത്തിനേക്കാൾ കൂടുതൽ പാലും ധാന്യങ്ങളും മറ്റുള്ള ധനവും സ്വർണവും എല്ലാം ഉണ്ടായിരുന്നു.
ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. യുധിഷ്ഠിര മഹാരാജാവ് ഭരിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. കാര്യം എന്തുകൊണ്ടാണ്? അവരൊക്കെ രാജഋഷികളാണ്. രാജഋഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാരാണ്, പക്ഷേ കൂട്ടത്തിൽ ഭക്തരും കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ ഭൂമി ദേവി കനിഞ്ഞു കൊടുക്കുന്നു, സമ്പൽ സമൃദ്ധി ഉണ്ടാവും രാജ്യത്ത്. അതാണ്. അപ്പോൾ റൂളർ അല്ലെങ്കിൽ ലീഡർ നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആ ഒരു പ്രചോദനം കിട്ടും. അങ്ങനെ എല്ലാവരും നല്ല കാര്യങ്ങൾ, ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കും. അങ്ങനെ വരുമ്പോൾ സമ്പൽ സമൃദ്ധി ഉണ്ടാവും. അപ്പോൾ പരീക്ഷിത് മഹാരാജാവിൻ്റെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ശ്ലോകം 12. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യ ഉത്തമശ്ലോകപരായണ ജനാഃ ജീവന്തി നാഥാമൃതമാസു പരാശ്രയം മുമോച നിർവിദ്യ കുത കലേവരം. യമുന മാതാജി. ഇല്ല. ഓക്കെ, ജി കെ നായർ പ്രഭു വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 12. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യാ ഉത്തമ ശ്ലോകപരായണാ ജനാഃ ജീവന്തിനാത്മാർത്ഥമസൗപരാശ്രയം മുമോച നിർവിദ്യ കുതകളേവരം. കൃഷ്ണ വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. പരമപുരുഷനു വേണ്ടി സമർപ്പിതരായവർ മറ്റുള്ളവരുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും സന്തോഷത്തിനും മാത്രമായാണ് ജീവിക്കുന്നത്, യാതൊരു സ്വാർത്ഥ താല്പര്യത്തിനും വേണ്ടിയല്ല. അങ്ങനെയിരിക്കെ പരീക്ഷിത് ചക്രവർത്തി ലൗകിക സ്വത്തുക്കളോടുള്ള ആസക്തികളിൽ നിന്നെല്ലാം സ്വതന്ത്രനായിരുന്നിട്ടും മറ്റുള്ളവർക്ക് ആശ്രയമായിരുന്ന തന്റെ മർത്യ ശരീരത്തെ കൈവടിയുവാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു? ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. മനോഹരമായിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് ശൗനക ഋഷി ഓൾറെഡി ഭാഗവതോത്തമ എന്ന് വിളിച്ചു കഴിഞ്ഞു ഇതിനു മുമ്പ് തന്നെ. അദ്ദേഹം പറയുന്നു ഇവിടെ, അതായത് പരിശുദ്ധ ഭക്തനായിട്ടുള്ള പരീക്ഷിത് മഹാരാജാവ് അല്ലെങ്കിൽ ഒരു ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്തർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത് തന്നെ. അവരവരുടെ കാര്യത്തിന് അവർക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. കാര്യം അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എന്നാൽ മറ്റുള്ളവരുടെ ക്ഷേമമാണ് അവരുടെ താല്പര്യം. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് അങ്ങനെയുള്ളൊരു ഭക്തനാണ്, പരിശുദ്ധ ഭക്തനാണ്. മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരുടെയും സന്തോഷം നോക്കുന്ന വ്യക്തിയാണ്. സ്വന്തമായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഒരു താല്പര്യങ്ങളും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി എല്ലാവിധ അറ്റാച്ച്മെൻറ്റ്സിൽ നിന്നും അദ്ദേഹം അല്ലെങ്കിൽ എല്ലാവിധ ആസക്തിയിൽ നിന്നും അദ്ദേഹം ആസക്തി ഇല്ലാത്തൊരു വ്യക്തിയും കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന് എങ്ങനെ ഈ ജീവിതം, ജന്മം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് എങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവൻ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതെല്ലാം ഉപേക്ഷിച്ച് പോകാൻ എങ്ങനെ സാധിച്ചു? എങ്ങനെ അദ്ദേഹം ഈ ലോകം വിട്ടു പോകുന്നു? കാര്യം അദ്ദേഹത്തെ ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് സാധിച്ചു? ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിലും പരീക്ഷിത് മഹാരാജാവിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ ഉത്തമ ശ്ലോകപരായണ. ഉത്തമ ശ്ലോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പരായണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ ആശ്രയിക്കുന്ന ഭഗവാന്റെ ഭക്തർ. ഉത്തമ ശ്ലോക എന്ന് പറഞ്ഞാൽ ഭഗവാൻ. ഉത്തമ ശ്ലോക എന്ന് പറയുന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഉത്തമ ശ്ലോക എന്ന് പറഞ്ഞാൽ ഒന്ന് ഭഗവാനെ ഉത്തമ ശ്ലോക എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. ഇവിടെ അങ്ങനെയാണ് വിളിക്കുന്നത്. അതേപോലെ ഉത്തമ ശ്ലോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ശ്ലോകങ്ങളാണോ അല്ലെങ്കിൽ ഉത്തമമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാനെ സ്തുതിക്കുന്നത്, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഏതൊക്കെ ശ്ലോകങ്ങളാണോ ഭഗവാനെ സ്തുതിക്കുന്നത് ആ ശ്ലോകങ്ങളൊക്കെ ഉത്തമ ശ്ലോകമാണ്. അങ്ങനെ ഒരു അർത്ഥവും അവിടെ വരുന്നു. അങ്ങനെയും പല അർത്ഥങ്ങളുണ്ട് അതിന്, ഉത്തമ ശ്ലോകത്തിന്. പിന്നെ വേറൊരു അർത്ഥം കൂടെ വരുന്നത്, ഇപ്പോൾ ശ്ലോകത്തിന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, ഉദാഹരണം
എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും, പക്ഷേ അത് ഭഗവാനെ സ്തുതിക്കുന്ന ശ്ലോകമാണെങ്കിൽ അതും ഉത്തമ ശ്ലോകമാണ്. ഭഗവാനെയാണ് സ്തുതിക്കുന്നതെന്നുണ്ടെങ്കിൽ. എന്നാൽ ഈ കോണ്ടെക്സ്റ്റിൽ ഉത്തമ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ വിളിക്കുകയാണ് ചെയ്യുന്നത്, ഭഗവാനെ അഭിസംബോധന ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും പറയുന്നു. പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നത് അതാണ്. അതായത് നല്ല രാജാക്കന്മാർ, ഭക്തരായിട്ടുള്ള അല്ലെങ്കിൽ രാജഋഷിമാർ, അവരൊക്കെ മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, എല്ലാവരുടെയും വെൽഫെയറിന് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. അവനവൻ്റെ കാര്യങ്ങളിൽ അവർക്ക് അധികം ഇമ്പോർട്ടൻസ് ഇല്ല. കാര്യം അവരുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ. ഇവിടെ പ്രഭുപാദ് പറയുന്നു, അങ്ങനെയുള്ള രാജാക്കന്മാരൊക്കെ ഒന്നും ഈ പറയുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള കശാപ്പുശാലയും അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊന്നും ലൈസൻസ് കൊടുക്കില്ല എന്നുള്ളത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇതെല്ലാം നടക്കുന്നു. അതായത് മദ്യം കഴിക്കാനുള്ള എല്ലാ ലൈസൻസും ഉണ്ട്, കശാപ്പ് ചെയ്യാനുള്ള, മൃഗങ്ങളെ കശാപ്പ് ചെയ്യാനുള്ള ലൈസൻസും ഉണ്ട്, അവിഹിത കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അതിനും സ്പെഷ്യലായിട്ടുള്ള ലൈസൻസും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ചുരുക്കം നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ ചൂതും അങ്ങനെയുള്ള ലോട്ടറി അങ്ങനെയുള്ള എല്ലാവിധ പരിപാടിക്കും ലൈസൻസും ഉണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കലി മഹാരാജന് ഇവിടെ വിളയാടാനുള്ള എല്ലാ അവസരങ്ങളും നമ്മുടെ ലോകത്തിലെ എല്ലാവരും അല്ലെങ്കിൽ അതിന് ആ ഒരു പൊസിഷനിലിരിക്കുന്ന ആളുകൾ, ഗവൺമെൻറ്റോ എന്ത് വേണമെങ്കിൽ പറയാം, അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾ അത്രയും അധപതിച്ചു പോയി. അപ്പോൾ ആളുകൾ ഇത് ചെയ്തില്ലെങ്കിൽ അവർ അവിഹിതമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നിയമം തെറ്റിച്ചുകൊണ്ട് അവർ വേറെ രീതിയിൽ എങ്ങനെയെങ്കിലും ഇത് ചെയ്യാൻ നോക്കും. അപ്പോൾ ഒരുപാട് നിയമത്തെ ലംഘിക്കുന്ന ആൾക്കാർ കൂടും. അപ്പോൾ അതുകൊണ്ട് ഇത് ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആൾക്കാർ കുറച്ചും കൂടെ, അതായത് അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കുമല്ലോ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് പലപ്പോഴും പല ലൈസൻസുകളും കൊടുക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആളുകളത് മിസ്യൂസ് ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ആരെയും എല്ലാവരും ഇതിന് ഉത്തരവാദികളാണ്. നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകിൽ ഓടുന്ന ആ ഒരു, അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖഭോഗമാണ്, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും ഒക്കെയാണ് നമ്മളെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ആരെയും ഇവിടെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമ്മളെല്ലാവരും കുറ്റക്കാരാണ്. അങ്ങനെ ഒരു പാർട്ട് ഓഫ് ആൾക്കാർ മാത്രമല്ല, എല്ലാവരും അതിൻ്റെ ഭാഗമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് പുറത്തു വരണം. അതിന് എന്താ ചെയ്യേണ്ടത്? ശാസ്ത്രങ്ങൾ, ഭാഗവതം, ഭഗവത്ഗീത പോലുള്ള ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കലിയുഗത്തിലെ ധർമ്മമായിട്ടുള്ള നാമസങ്കീർത്തനം ചെയ്യുക, നാമം ചൊല്ലുക. ഇതിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആ ഒരു വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു വരാൻ സാധിക്കും. മാത്രമല്ല ഇതൊന്നും നമ്മളെ ബാധിക്കാനും പോകുന്നില്ല. അപ്പോൾ ഇതെല്ലാം അതിനു വേണ്ടി, അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു മാർഗം ഫോളോ ചെയ്യുക എന്നുള്ളത്. ഇതിന് വേറൊരു സെക്കൻഡായിട്ടുള്ള ഒരു തോട്ടിൻ്റെ ആവശ്യമില്ല. കാര്യം ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ സുഖങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങളേ അല്ല, മാത്രമൊന്നല്ല ഇന്ദ്രിയ സുഖങ്ങളല്ല. ഇന്ദ്രിയ സുഖങ്ങൾ ഇത്തരം കൂടുതൽ നേടാൻ സാധിക്കുന്നു, അത്രയും സന്തോഷവാനാവാൻ സാധിക്കുമെന്ന് നമ്മൾ തെറ്റായി ധരിക്കുന്നു. ഇന്ദ്രിയങ്ങൾ അപകടം പിടിച്ച ഒരു സംഭവമാണ്. നമ്മൾ കൂടുതൽ അതിനെ ആസ്വദിക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ അതിൽ പെട്ടുപോവുകയുള്ളൂ. ഈ കർമ്മബന്ധനങ്ങളിൽ കൂടുതൽ നമ്മൾ പെട്ടുപോകുന്നു. അപ്പോൾ ഇതിനപ്പുറത്ത് അതീന്ദ്രിയമായിട്ടുള്ള ഒരു ആനന്ദമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആ ഒരു ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഭക്തിയിലൂടെ മാത്രമാണ്. ആ ഭക്തിയിലൂടെ നമുക്ക് ആനന്ദം ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. പിന്നീട് ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ, വിട്ട് നമ്മൾ ഭഗവാന്റെ ലോകത്തേക്ക് പോകുമ്പോൾ, സ്പിരിച്വൽ വേൾഡിലേക്ക് പോകുമ്പോൾ, ആധ്യാത്മിക ലോകത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ആനന്ദം ശരിക്കും അവിടെ പോയാൽ അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ഓരോരുത്തരും ലക്ഷ്യമാക്കേണ്ടത്, അല്ലാതെ ഇവിടെയുള്ള കാര്യങ്ങളല്ല. ഓക്കെ, ശ്ലോകം 13. ഓക്കെ, ഹരേ കൃഷ്ണ. തത്സർവം ന
समाचक्ष्व पृष्टो यद् इह किञ्चन मन्ये त्वां विषये वाचां स्नातम् अन्यत्र चान्दसात्. ओके. राधादेवी माताजी. हरे कृष्ण प्रभुजी. हरे कृष्ण. तत्सर्वं न समाचक्ष्व पृष्टो यदिह किंचन मन्ये त्वां विषये वाचां സ്നാതമന്യത്ര ചാന്ദസാത്. ഹരേ കൃഷ്ണ. വിവർത്തനം. ചില വേദഭാഗങ്ങൾ ഒഴികെ സർവ്വ വിഷയങ്ങളുടെയും പൊരുളിൽ താങ്കൾ വിദഗ്ധനാണെന്ന് ഞങ്ങൾക്ക് അറിവുള്ളതാണ്. ആകയാൽ ഞങ്ങൾ ഇപ്പോൾ ആരാഞ്ഞ സകല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ സുവ്യക്തമായി വിശദീകരിക്കാൻ താങ്കളാൽ സാധ്യമാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ശൗനക ഋഷി പറയുന്നു സൂതഗോസ്വാമിയോട്, അങ്ങ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങേക്ക് നല്ല ധാരണയുണ്ട്, അങ്ങ് ഇതിൽ എക്സ്പേർട്ടാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങ് ഇതിൽ എക്സ്പേർട്ടാണ്, അങ്ങേക്കിത് സാധിക്കും, ഇതെല്ലാം ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനും. അതായത് അങ്ങേക്ക് ഭാഗവതം അറിയാം. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്നാൽ വേദങ്ങളിലെ ഇവിടെ പറയുന്നു സ്നാത്തം അന്യത്ര ഛാന്ദസാത്. എന്നാൽ വേദങ്ങളിലെ ചില ഭാഗങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം അങ്ങേക്കറിയാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ഉത്തരങ്ങൾ ആ ഭാഗത്ത് വരുന്ന അതായത് അങ്ങേക്ക് അറിയാത്ത കാര്യങ്ങളല്ല ചോദിക്കുന്നത്, അങ്ങേക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങേക്ക് ഇത് ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും എന്നാണ് ശൗനക ഋഷി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ സൂതഗോസ്വാമിക്ക് വേദങ്ങളിലെ കുറച്ച് ഭാഗങ്ങൾ അറിയില്ല എന്നാണോ ഇതിൻ്റെ അർത്ഥം? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ശീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറും അതേപോലെ ശീല ജീവഗോസ്വാമിയും ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. പ്രഭുപാദും ഇവിടെ ഭാവാർത്ഥത്തിൽ അത് തന്നെ പറയുന്നു. അതായത് രണ്ട് തരത്തിലുള്ള വേദങ്ങൾ പഠിക്കുവാൻ, വേദങ്ങളും പുരാണങ്ങളൊക്കെ പഠിക്കുന്ന ആളുകളിൽ രണ്ട് കാറ്റഗറീസ് ഉണ്ട്. ഇവിടെ പറയുന്നു ബ്രാഹ്മണ, അതേപോലെ പരിവ്രജാക്ക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പരിവ്രജകാചാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രചരണം ചെയ്യുന്നവരാണ്. ഭാഗവതം, ഭഗവത്ഗീത അല്ലെങ്കിൽ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരണം ചെയ്യുന്നു. മറ്റുള്ളവരിലേക്ക് നടന്ന് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പോയി ഈ ആത്മീയ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നു. അവരെയാണ് പരിവ്രാജകാചാര്യ എന്ന് വിളിക്കുന്നത്. ബ്രാഹ്മണർ ഇവിടെ ആ ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ, ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന എല്ലാ ബ്രാഹ്മണരല്ല, വേദങ്ങൾ പഠിച്ചിട്ടുള്ള ബ്രാഹ്മണർ. അവർ എന്താണ് അവരുടെ മെയിനായിട്ടുള്ള ഒരു ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, അവർ ഇതുപോലെ പോയി പ്രചരണമൊന്നും ചെയ്യില്ല. അവർ ചെയ്യുന്നത് വേദങ്ങളിലെ ഈ പറയുന്ന ശ്ലോകങ്ങളും അല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങളും അവർ ആ ഉച്ചാരണത്തോടുകൂടി, ആ മന്ത്രങ്ങൾ, വേദമന്ത്രങ്ങളൊക്കെ ഉച്ചാരണത്തോടുകൂടി അവർ ഇപ്പോൾ പൂജാവിധികളിലും അതേപോലെ തന്നെ യജ്ഞങ്ങളിലും ഹോമങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഇത് ചൊല്ലുന്നു. അപ്പോൾ ആ ഡ്യൂട്ടിയാണ്, ആ കാര്യമാണ് ഈ വേദങ്ങൾ അറിയുന്ന ബ്രാഹ്മണർ ചെയ്യുന്നത്. എന്നാൽ പരിവ്രാജകാചാര്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതേപോലെ പ്രൊനൗൺസിയേഷനും, അതായത് ഈ ബ്രാഹ്മണർ വേദമന്ത്രങ്ങൾ ചൊല്ലുന്ന പോലെ ആ ഉച്ചാരണത്തോടുകൂടി ഛന്ദശാസ്ത്രം ഫോളോ ചെയ്തുകൊണ്ട് ഉച്ചാരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയുണ്ട്, അതെല്ലാം ആ രീതിയിൽ ചെയ്യുമ്പോഴാണ് ആ വേദമന്ത്രത്തിന് എഫക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് പഠിച്ചിട്ടുള്ള ബ്രാഹ്മണരത് ചെയ്യുന്നു. എന്നാൽ പരിവ്രാജകാചാര്യരെ സംബന്ധിച്ച് അവരുടെ ഇൻട്രസ്റ്റ് അതല്ല. ഇതേപോലെ ഉച്ചാരണ ശുദ്ധിയോ അല്ലെങ്കിൽ വേദമന്ത്രങ്ങൾ ഏത് ശാസ്ത്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഛന്ദശാസ്ത്രം ഫോളോ ചെയ്തിട്ടാണോ ചെയ്യുന്നത്, ഇതിലൊന്നും അവരെ സംബന്ധിച്ച് അവരുടെ ആ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ ഒരു കാര്യം അതല്ല. അവർ ചെയ്യുന്നത് ഭക്തിപരമായിട്ടുള്ള, ഭക്തിയെക്കുറിച്ച് അതീന്ദ്രിയ ജ്ഞാനം എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വേദമന്ത്രങ്ങൾ ഉച്ചാരണത്തോടു കൂടി ചെയ്യുക എന്നുള്ളതല്ല പരിവ്രാജകാചാര്യരെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം. അപ്പോൾ അതുകൊണ്ട് രണ്ട് ക്ലാസ് ഓഫ് ആളുകളാണ്. അപ്പോൾ വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനുള്ള ആളുകൾ അവരും ഉണ്ട്, അതേപോലെ പരിവ്രാജകാചാര്യർ പ്രചരണം ചെയ്യുന്നു. അപ്പോൾ പരിവ്രാജകാചാര്യർക്ക് ഈ പറയുന്ന പോലെ വേദങ്ങളിലെ ചില ഭാഗങ്ങൾ, ഇവിടെ സൂതഗോസ്വാമി പരിവ്രാജകാചാര്യരാണ്. കാര്യം അദ്ദേഹം
എല്ലാവർക്കും അതീന്ദ്രജ്ഞാനം പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയാണ്, പ്രചരണം ചെയ്യുന്ന വ്യക്തിയാണ്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഉച്ചാരണ ശുദ്ധിയെക്കുറിച്ചും അല്ലെങ്കിൽ ഛന്ദശാസ്ത്രവും ഇതെല്ലാം, ഛന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മീറ്ററിലാണ് ആ പർട്ടിക്കുലർ ആ വേദമന്ത്രം അല്ലെങ്കിൽ ആ ഒരു ശ്ലോകം ചൊല്ലേണ്ടത് എന്നുള്ളതൊക്കെ ഉണ്ട്. അത് ചൊല്ലുന്ന രീതിയുണ്ട്, പ്രൊനൗൺസിയേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിലൊന്നും കൂടുതൽ കാര്യങ്ങൾ പരിവ്രാജകാചാര്യർ അതിലൊന്നും കൂടുതൽ ഇൻട്രസ്റ്റും കൊടുക്കുന്നില്ല. അവരുടെ ഒരു കാര്യം അതല്ല. അവർ ചെയ്യുന്നത് എന്താണോ ശാസ്ത്രങ്ങളിൽ പറയുന്നത് അതിൻ്റെ പൊരുൾ, അതിൻ്റെ എസെൻസ്, അതിൻ്റെ എന്താ പറയുക സാരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പുരാണങ്ങളുടെയും സാരം എന്താണ്? ഭക്തിയാണ്, അല്ലേ? ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് അവർ എത്തിക്കുന്നു. അവിടെ ഗ്രാമറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ പ്രൊനൗൺസിയേഷൻ, ശ്ലോകത്തിൻ്റെ പ്രൊനൗൺസിയേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാര്യം അതാണ് വ്യത്യാസം. അപ്പോൾ സൂത ഗോസ്വാമി പരിവ്രാജകാചാര്യ കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സ്നാത്തം അന്യത്ര ചാന്തസാത്ത്. ചില കാര്യങ്ങൾ, വേദങ്ങളിലെ ചില കാര്യങ്ങൾ ഒരു പക്ഷേ അങ്ങേക്ക് അറിയുന്നുണ്ടാവില്ല. ആ അറിയാത്ത കാര്യങ്ങൾ വേറെ ഒന്നുമല്ല, ഈ ഛന്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൊനൗൺസിയേഷനോ ഉച്ചാരണമോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ പുരാണങ്ങൾ പറയാൻ പരിവ്രാജകാചാര്യർക്കാണ് സാധിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യം അങ്ങനെ വേദമന്ത്രങ്ങൾ ചൊല്ലുന്ന ബ്രാഹ്മണർക്ക് പരിവ്രാജകാചാര്യ ചെയ്യുന്ന കാര്യം ചെയ്യാൻ സാധിക്കില്ല. കാര്യം പരിവ്രാജകാചാര്യരുടെ ഹൃദയത്തിൽ ഭഗവാന്റെ ആ ഒരു അവരെ ലീലകൾ പറയുന്നു അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം അവർ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ബ്രാഹ്മണർ അവർ കൂടുതലും റിച്വലിസ്റ്റിക്കായി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വേദമന്ത്രങ്ങൾ ചൊല്ലുന്നു, ഉച്ചാരണത്തോടു കൂടി ചൊല്ലുന്നു. പക്ഷേ അത് കുറച്ച് റിച്വലായിട്ടുള്ള കാര്യമാണ്. അത് അങ്ങനെ അവർ ആ ഒരു ചിട്ടയോടുകൂടി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ആ പരിവ്രാജകാചാര്യരെ പോലെ അങ്ങനെയുള്ള ശുദ്ധഭക്തരുടെ ഹൃദയത്തിലുള്ള ആ ഭാവമൊന്നും മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് വ്യത്യാസം. അപ്പോൾ ഈ ഒരു കാര്യം ശീലജീവ ഗോസ്വാമി വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറും പറയുന്നു. അതേപോലെ പ്രഭുപാദ് അതിനെ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആചാര്യന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സൂത ഗോസ്വാമിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഭാഗവതം ശാസ്ത്രങ്ങളുടെ സാരമാണ്, വേദങ്ങളുടെ സാരമാണ്, അല്ലേ? ഭാഗവതം അതായത് സർവശാസ്ത്രങ്ങളുടെ സാരമാണ്. നിഗമകൽപ്പത്തരോ ഗലിതം ഫലം, അല്ലേ? വളരെ പഴുത്ത, അതായത് വേദങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വേദങ്ങളെ നമ്മൾ തൈരായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ, നമ്മൾ അത് കടഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ക്രീം അല്ലെങ്കിൽ വെണ്ണയാണ് ശ്രീമദ് ഭാഗവതം എന്നുള്ളത്. അതായത് വേദങ്ങളുടെ എസെൻസ് ആണ്, സാരമാണ് ഭാഗവതം എന്നുള്ളത്. അപ്പോൾ ആ ഭാഗവതം പറയുവാൻ ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും ഉണ്ട്. എന്താണ് ക്വാളിഫിക്കേഷൻ? ഭക്തരായാൽ മതി. ഭക്തർക്ക് ഭാഗവതം പറയാനുള്ള ക്വാളിഫിക്കേഷനുണ്ട്. പരിശുദ്ധ ഭക്തർക്കും അല്ല, ഈവൻ നമ്മൾ പരിശുദ്ധരായിട്ടല്ല, പക്ഷെ ഭാഗവതം വായിക്കുവാനും പറയുവാനും നമുക്ക് അതിനുള്ള അധികാരം തന്നിട്ടുണ്ട്. ഇവിടെ ഉച്ചാരണത്തിന് നമ്മൾ പ്രസക്തി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ന ഛന്തത്തിൽ വേണം, നമ്മൾ പറ്റുന്ന രീതിയിൽ വായിക്കുന്നു. കാര്യം നമ്മൾ അതിലെ പൊരുളാണ് എടുക്കുന്നത്. എന്താണോ ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്, എന്ത് മാർഗനിർദ്ദേശമാണ് ഭാഗവതം തരുന്നത്, അതാണ് നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നത്. കൂട്ടത്തിൽ ഭഗവാനെയും ഭഗവാന്റെ ഭക്തരെയും കുറിച്ചുള്ള ലീലകളൊക്കെ. അപ്പോൾ ആ ലീലകളൊക്കെ കേൾക്കുമ്പോൾ ആ ലീലകളും ഭഗവാന്റെ സ്മരണയും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്നു. അപ്പോൾ ഇതാണ് പർപ്പസ്. അപ്പോൾ അത് ചെയ്യുവാൻ വേണ്ടി ഇതേപോലെ ഛന്തവും അല്ലെങ്കിൽ ഗ്രാമറും പ്രൊനൗൺസിയേഷനൊന്നും പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ സൂത ഗോസ്വാമി തീർച്ചയായിട്ടും ഈ പ്രചരണം അല്ലെങ്കിൽ ഭാഗവതം പറയാൻ ഉത്തമമായിട്ടുള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ അതിന് സംശയം വേണ്ട എന്ന് വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറും ജീവഗോസ്വാമിയും പറയുന്നു. പ്രഭുപാദും അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. യെസ്, ഒരു കാര്യം കൂടെ പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സൂത ഗോസ്വാമിയെ പോലുള്ള വ്യക്തി അല്ലെങ്കിൽ സൂത ഗോസ്വാമി എന്ന് പറയുന്നവർ, അവരൊക്കെ ശുദ്ധ ഭക്തരാണ്, അവരൊക്കെ ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള പരിശുദ്ധ ഭക്തരുടെ പാത പിന്തുടർന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഭാഗവതം പഠിക്കേണ്ടത്. അപ്പോൾ അവർ വേദമന്ത്രങ്ങൾ ചൊല്ലാനുള്ള ആ പ്രൊനൗൺസിയേഷനിലും അതിലൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാര്യം അത് അതിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല പറയുന്നത്. വേദമന്ത്രങ്ങൾ യജ്ഞം ചെയ്യാനും അല്ലെങ്കിൽ പൂജാവിധികൾക്കും ആവശ്യമുണ്ട്. അപ്പോൾ അവർ ചെയ്യേണ്ട ഡ്യൂട്ടി അവർ ചെയ്യുന്നു. എന്നാൽ പരിവ്രാജകാചാര്യരുടെ അവരുടെ ഒരു ഭാവമേ വ്യത്യാസമുണ്ട്.
അപ്പോൾ ഇതെല്ലാം ശുദ്ധഭക്തർക്ക് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ വേദങ്ങളിലെ മന്ത്രങ്ങളൊക്കെ ഉച്ചാരണത്തോടു കൂടി ചൊല്ലുന്നതും കാര്യങ്ങളും ശരിക്കും നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഭാവത്തോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു കാര്യം ചൊല്ലുകയാണെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ, ഛന്തം ഫോളോ ചെയ്തുകൊണ്ട്, പ്രൊനൗൺസിയേഷൻ ഫോളോ ചെയ്തുകൊണ്ട്, ഉച്ചാരണം ഇതെല്ലാം നമ്മൾ നോക്കിക്കൊണ്ട് പ്രോപ്പറായിട്ട് ഗ്രാമറെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് ആ ശ്ലോകങ്ങളുടെ അല്ലെങ്കിൽ വേദമന്ത്രങ്ങളുടെ അർത്ഥവും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അത് വളരെ ഉത്തമമാണ്. പക്ഷേ എത്ര ആളുകൾ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചോദ്യമാണ്. അല്ലെങ്കിൽ അതിന് ചെയ്യാൻ ആ ഒരു ഭാവത്തോടു കൂടി ആ വേദമന്ത്രങ്ങൾ ചൊല്ലാൻ സാധിക്കുമെന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ്. അതുകൊണ്ട് അതിനേക്കാൾ മികച്ചത് എന്താണ്? ഭഗവാനെക്കുറിച്ച് പ്രചരണം ചെയ്യുന്നതാണ്. കാര്യം നമ്മൾ ഭാഗവത്തിൽ പറയുന്ന ഭഗവാന്റെ ലീലകളും ഭഗവാൻ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ അബ്സോർബ്ഡ് ആവാൻ സാധിക്കുന്നു. മാത്രമല്ല ഇത് എല്ലാവരിലേക്കും എത്തുന്നു. കാര്യം ഉച്ചാരണവും സംസ്കൃതവും വേദമന്ത്രങ്ങളൊന്നും എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളല്ല. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് കോമൺ ആളുകൾക്ക്, നമ്മളെപ്പോലുള്ള ആളുകൾക്കും അതേപോലെ തന്നെ മാസ് ആയിട്ടുള്ള ആളുകൾക്കും കൂടുതൽ ആളുകളിലേക്കും എത്തിക്കാൻ ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എത്തിക്കുന്നത് പരിവ്രാജകാചാര്യരാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ സ്ഥാനം തികച്ചും മികച്ചത് തന്നെയാണ്. ഇപ്പോൾ സൂത ഗോസ്വാമി, ശുഗദേവ് ഗോസ്വാമി, എല്ലാവരും, പിന്നെ ശ്രീപാദ് നാരദമുനിയെ പോലെ പരിവ്രാജകാചാര്യൻ വേറെ ആരുമുണ്ട്? എല്ലായിടത്തും ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, അല്ലേ? ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, ലീലകൾ കേൾപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പുരാണങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഭാഗവതം നോക്കിക്കഴിഞ്ഞാലും പരിവ്രാജകാചാര്യർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ പാത പിന്തുടരുകയാണ് നമ്മൾ ചെയ്യുന്നത് ഉത്തമമെന്ന് ഇവിടെ പ്രഭുപാദം പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയായി നമ്മൾ ശ്ലോകം നമ്പർ 13 വരെ പഠിച്ചു. 14ാമത്തെ ശ്ലോകം അടുത്ത സെക്ഷനാണ്. അതിനു മുമ്പ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ശൗനക ഋഷിമാർ ചോദിച്ചത് എന്നുള്ളത്. ശൗനക ഋഷിമാർ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഭാഗവതത്തിൻ്റെ ഹിസ്റ്ററി ചോദിക്കുന്നു. അതായത് എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് വ്യാസദേവന് ഭാഗവതം എഴുതാനുള്ള അല്ലെങ്കിൽ ഭാഗവതം കമ്പൈൽ ചെയ്യാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത് എന്നുള്ള ചോദ്യമാണ് ആദ്യം ചോദിക്കുന്നത്. അങ്ങനെ ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു, 1, 4, 3. അപ്പോൾ ഇതിനുള്ള ഉത്തരം നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ അധ്യായത്തിൽ തന്നെ 14ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണും. അവിടെ കുറച്ച് പറയുന്നുണ്ട്. ഇനി അതിനുശേഷം 7ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇതിനുള്ള ഉത്തരം. ഇനി 2ാമത്തെ ചോദ്യമായിരുന്നു പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ചുള്ള കാര്യം, അദ്ദേഹത്തിൻ്റെ ജന്മം, കർമ്മം, അതേപോലെ അദ്ദേഹം എങ്ങനെ ഇതെല്ലാം ഉപേക്ഷിച്ച് പോയി എന്നുള്ളതൊക്കെ, അല്ലേ? നമ്മൾ ഈ ഒരു അധ്യായത്തിലെ 9 മുതൽ 11 ശ്ലോകം വരെയുള്ളതിലാണ് ഈ ചോദ്യം കണ്ടത്. ഇനി അതിനുള്ള ഉത്തരം വരുന്നത് 7ാമത്തെ അധ്യായത്തിലാണ്. 7ാമത്തെ അധ്യായത്തിലും അതേപോലെ തന്നെ 19ാമത്തെ അധ്യായത്തിലാണ്. 19ാമത്തെ അധ്യായത്തിലാണ് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കർമ്മത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. അതായത് കലി മഹാരാജനെ, കലിയെ കാണുന്നതും ആ സംവാദമൊക്കെ വരുന്നത് ഈ ഒരു സ്കന്ധത്തിൻ്റെ അവസാന ഭാഗത്താണ്. എന്നാൽ ജന്മത്തെക്കുറിച്ച് നമ്മൾ ഇനി മുന്നോട്ട് പഠിക്കുന്നുണ്ട് 12ാമത്തെ അധ്യായത്തിലൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് 2ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ വരുന്നത് ഇവിടെയാണ്. ഇനി 3ാമത്തെ ചോദ്യം ആരെക്കുറിച്ചായിരുന്നു? ശുഗദേവ് ഗോസ്വാമിയെക്കുറിച്ചായിരുന്നു, അല്ലേ? ആക്ച്വലി ആദ്യം ശുഗദേവ് ഗോസ്വാമിയെക്കുറിച്ച് ചോദിച്ചു, പിന്നീടാണ് പരീക്ഷിത് മഹാരാജിനെ കുറിച്ച് ചോദിച്ചത്. പക്ഷേ എനിവേ നമ്മളത് മാറ്റി പറഞ്ഞതല്ല. ഏത് സീക്വൻസിൽ പറഞ്ഞാലും നമ്മൾ അതിന് കണക്റ്റഡ് ആയിട്ടുള്ള ശ്ലോകങ്ങളാണ് പറയുന്നത്. അപ്പോൾ ശുഗദേവ് ഗോസ്വാമിയെക്കുറിച്ച് ചോദിക്കുന്നു 6ാമത്തെ 7ാമത്തെ ശ്ലോകങ്ങളിലൊക്കെ. എങ്ങനെയാണ് ശുഗദേവ് ഗോസ്വാമി ഹസ്തിനാപുരത്തിൽ ആളുകൾ അദ്ദേഹത്തെ റിസീവ് ചെയ്യുന്നതും പരീക്ഷിത് മഹാരാജാവിനെ എങ്ങനെ അദ്ദേഹം കണ്ടുമുട്ടുന്നു, ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇതിനെക്കുറിച്ചുള്ള കാര്യവും 18, 19 അധ്യായത്തിലാണ് വരുന്നത് ഉത്തരം. അതായത് ഈ സ്കന്ധത്തിൻ്റെ അവസാന ഭാഗത്താണ്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾക്കുള്ള ആൻസറുകളെല്ലാം ഈ ഒരു സ്കന്ധത്തിലൂടെ നമ്മൾ ഈ ഒരു പ്രഥമ സ്കന്ധം പഠിക്കുമ്പോൾ ഈ ആൻസേഴ്സും നമ്മൾ നോക്കും, അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ, ഇനി 1ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ പറയാൻ പോകുന്നത്. 1ാമത്തെ ചോദ്യം എന്തായിരുന്നു? ഭാഗവതത്തിൻ്റെ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഭാഗവതം വന്നത്, എവിടെ നിന്ന് വന്നു, എപ്പോൾ സംഭവിച്ചു, വ്യാസദേവൻ എങ്ങനെ എഴുതി, ഇതായിരുന്നു ചോദ്യം.
അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് 14ാമത്തെ ശ്ലോകം മുതൽ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കുറച്ച് സമയം കൂടെ ഉണ്ട് നമ്മുടെ കയ്യിൽ. സൂതോവാച ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യയേ ജാതഃ പരാശരാദ് യോഗി വാസവ്യാം കലയാ ഹരേ. ഓക്കെ, കൃഷ്ണകുമാരി മാതാജി ഉണ്ടോ? ഓക്കെ, ശ്രീദേവി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യയേ ജാതഃ പരാശരാദ്യോഗി വാസവ്യാം കലയാ ഹരേ. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുപാദർക്കിന്റെ സൂതഗോസ്വാമി അരുളി ചെയ്തു. 2ാം സഹസ്രാബ്ദം 3ാം സഹസ്രാബ്ദത്തെ അതിവ്യാപിച്ചപ്പോൾ വസുപുത്രിയായ സത്യവതിയുടെ ഗർഭത്തിൽ പരാശര മുനിക്ക് പുത്രനായി ഉത്തമ യോഗി, അതായത് വ്യാസദേവൻ ജനിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പോൾ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ 4 യുഗങ്ങൾ നമുക്കറിയാം. അപ്പോൾ അതായത് ഈ യുഗങ്ങൾ ഒരു യുഗത്തിൽ നിന്ന് അടുത്ത യുഗത്തിലേക്ക് മാറുമ്പോൾ ഒരു യുഗസന്ധ്യ എന്ന് പറയുന്ന സമയമുണ്ട്. അതായത് ആ ഒരു ഓവർലാപ്പിംഗ് ടൈമുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. സൂതഗോസ്വാമി പറയുന്നത് വ്യാസദേവൻ്റെ ആ ഒരു ജന്മത്തെക്കുറിച്ച്. ഇപ്പോൾ നമ്മുടെ ആചാര്യന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നു, ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഒരു ഓവർലാപ്പിങ്ങിൻ്റെ കാര്യം, അല്ലേ? അതായത് മറ്റേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വ്യാസദേവൻ്റെ അദ്ദേഹം അവതരിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ദ്വാപരയുഗത്തിൻ്റെ തുടക്കത്തിലാണ്. അപ്പോൾ ത്രേതായുഗം അവസാനിക്കുന്നു, ദ്വാപരം തുടങ്ങുന്നു. അപ്പോൾ ആ സമയത്ത് അപ്പോൾ ദ്വാപരം, അപ്പോൾ അതാണ് പറയുക യുഗസന്ധ്യ സമയത്ത്, യുഗസന്ധി നടക്കുന്ന സമയത്ത് 2 യുഗങ്ങളിലെ ക്വാളിറ്റീസും ഉണ്ടാവും. അപ്പോൾ ദ്വാപരത്തിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ ത്രേത കഴിഞ്ഞിട്ടില്ല, അപ്പോൾ ത്രേതയുടെ ക്വാളിറ്റീസും കുറച്ചുണ്ടാവും. അതേപോലെ ദ്വാപരം അവസാനിച്ച് കലി തുടങ്ങുമ്പോൾ ആ കലിയുടെ കുറച്ച് എഫക്റ്റുകൾ ദ്വാപരത്തിലും വരും. അതാണ് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ അവസാന സമയത്ത് നമ്മൾ പറയും. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ഒരു ലീലയെല്ലാം നടക്കുന്നത് ദ്വാപരത്തിൻ്റെ ഏകദേശം അവസാന സമയത്താണ്. ഭഗവാന്റെ അവതാരവും നടക്കുന്നത് ദ്വാപരത്തിൻ്റെ അവസാന സമയത്താണ്. അപ്പോൾ ആ സമയത്ത് കലിയുടെ എഫക്റ്റ് പതുക്കെ വന്നു തുടങ്ങി, അല്ലേ? കൃഷ്ണേ സ്വധാമോ പകതേ, ഭഗവാൻ പോയതിനു ശേഷം കലി ശരിക്കും അപ്പോഴാണ് ആരംഭിക്കുന്നത്. അപ്പോൾ യുഗസന്ധിയാണ്, പൂർണ്ണമായിട്ട് കലിയുഗമായിട്ടില്ല, പക്ഷേ ആ സന്ധ്യ സമയമാണ്. അപ്പോൾ ഇവിടെ പരാശര മുനിയുടെയും സത്യവതിയുടെയും മകനായിട്ട് ആര് ജനിക്കുന്നു? നമ്മുടെ വ്യാസദേവൻ ജനിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ പരാശര മുനി വലിയൊരു മുനിയാണ്. അതേപോലെ ഈ ഒരു കഥ കേട്ടിട്ടുണ്ടാവും. ഒരിക്കൽ പരാശര മുനി ഇങ്ങനെ നദിയിലൂടെ പോകുന്ന സമയത്ത് ഒരു മുക്കുവനാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്, ക്രോസ് ചെയ്ത്, അതായത് നദി ക്രോസ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് മുക്കുവൻ്റെ മകളും കൂടെ ഉണ്ടായിരുന്നു. മത്സ്യഗന്ധ എന്നായിരുന്നു പേര്. അപ്പോൾ പരാശര മുനിയെ നദി ക്രോസ് ചെയ്യാൻ വേണ്ടി ഇവർ സഹായിച്ചപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി, അദ്ദേഹം അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ അവരെ അനുഗ്രഹിച്ച് ഈ പറയുന്ന വസു എന്ന് പറയുന്ന ആ ഒരു മുക്കുവനായിരുന്നു, മുക്കുവൻ്റെ മകൾ സത്യവതിയെ മത്സ്യഗന്ധിയായിട്ടുള്ള മത്സ്യഗന്ധ മാറി സത്യവതിയായി മാറുന്നു. പിന്നീട് പരാശര മുനി വിവാഹം കഴിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പരാശര മുനി സത്യവതിയിൽ നിന്ന് ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ ജനിക്കുന്നതാണ് വ്യാസദേവൻ. ഇത് വ്യാസദേവൻ്റെ ജന്മത്തെക്കുറിച്ച് പറഞ്ഞു. വ്യാസദേവൻ ശക്തിയാവേശ അവതാരമാണ്. പക്ഷേ ഇവിടെ ലീലകൾ ചെയ്യുവാൻ വേണ്ടി പലപ്പോഴും വരുമ്പോൾ ഇതുപോലെ ഭഗവാന്റെ ഭക്തരൊക്കെ വരുമ്പോൾ അവർ ഇതുപോലെ പല ചിലപ്പോൾ അച്ഛനമ്മയുടെ മക്കളായിട്ട് നമ്മളിതെല്ലാം കാണും. ഇപ്പോൾ പ്രഭുപാദിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ പ്രഭുപാദ് ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് വരുന്നതാണ്, മഹാപ്രഭുവിൻ്റെ പാർഷദനാണ്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം സാധാരണ ഒരു കുടുംബത്തിൽ ജനിക്കുന്നു. പിന്നെ ഇതെല്ലാം നമ്മൾ കാണുന്നു. അപ്പോൾ ഈ ലീലകളൊക്കെ അങ്ങനെയും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വ്യാസദേവൻ്റെ ജന്മത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ യുഗസന്ധ്യയിലാണ്
അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, ഒരു ശ്ലോകം കൂടെ നോക്കാം. സകദാചിത് സരസ്വത്യ ഉപസ്പൃശ്യാ ജലം ശുചിഃ വിവിക്ത ഏക ആസീന ഉദീതേ രവിമണ്ഡലേ. ഓക്കെ, വരദാ മാതാജി ഉണ്ടോ? ഇല്ല. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ ഇനി വേറെ ആര് വായിക്കുന്നു? ലേഖ പ്രദീപ് മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. സ കഥാചിൽ സരസ്വത്യ ഉപസ്പൃശ്യ ജലം ശുചിഃ വിവിക്ത ഏക ആസീന ഉദിതേ രവിമണ്ഡലേ. വിവർത്തനം. ശ്രീല പ്രഭാകർ കീജി. ഒരിക്കൽ സൂര്യോദയ വേളയിൽ വ്യാസദേവൻ സരസ്വതി നദിയിൽ സ്നാനം ചെയ്ത ശേഷം ധ്യാനനിരതനായി ഏകനായി ഉപവിഷ്ടനായി. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, അങ്ങനെ വ്യാസദേവൻ അദ്ദേഹം ഒരു ദിവസം ധ്യാനിക്കുമ്പോൾ സരസ്വതി നദീതീരത്ത് ധ്യാനിക്കുകയാണ്. അദ്ദേഹം ഇരുന്ന് എല്ലാ പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം അവിടെ സരസ്വതി നദിയിൽ തീരത്തിരുന്ന് അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ധ്യാനിക്കാൻ പോകുന്നു. ഇപ്പോൾ ഇവിടെ ശ്ലോകത്തിൽ ഭാവത്തിൽ പറയുന്നു, ബദ്രികാശ്രമം, ഹിമാലയത്തിനടുത്ത് ബദ്രികാശ്രമത്തിൽ അവിടെ ആണ് സരസ്വതി നദി ഒഴുകുന്നത്. അപ്പോൾ അവിടെയായിരുന്നു വ്യാസദേവൻ്റെ ആശ്രമം എന്ന് പറയുന്നു. അപ്പോൾ ഈ അടുത്ത ശ്ലോകം കൂടെ നമുക്ക് നോക്കാം, ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. പരാവരാജ്ഞ സ ഋഷിഃ കാലേനാവ്യക്തരംഹസാ വ്യക്തികരം പ്രാപ്തം ഭൂവി യുഗേ യുഗേ. ഓക്കെ, ഗീത രാജീവ് മാതാജി ഉണ്ടോ? ഓക്കെ, മീന കുമാരി മാതാജി. ഓക്കെ, ഷീമ മാതാജി ഉണ്ടോ? ആരാണ്? വായിക്കൂ, ശ്ലോകം വായിക്കൂ. ഒന്ന് ഭഗവതേ വാസുദേവായ. പരാവരഞ്ജസ് ഈർഷിക കാലേന വ്യക്തരംഹസ യുഗധർമ്മ വ്യക്തികരം പ്രാപ്തം ഓവി യുഗേ യുഗേ. വിവർത്തനം. ശൈലപ്രഭാതിക്ക് യുഗധർമ്മങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ മഹായോഗിയായ ശ്രീ വ്യാസദേവൻ മുൻകൂട്ടി ദർശിച്ചു. കാലചക്രത്തിലെ അദൃശ്യ ശക്തികളുടെ പ്രഭാവത്താൽ വിഭിന്ന യുഗങ്ങളിൽ ഇപ്രകാരമുള്ള സംഭവങ്ങൾ ഭൂമിയിൽ അരങ്ങേറുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ വ്യാസദേവൻ അങ്ങനെ ധ്യാനിക്കാനിരിക്കുകയാണ് സരസ്വതി നദീതീരത്ത്. ഇപ്പോൾ ധ്യാനിക്കുമ്പോൾ അദ്ദേഹം കാണുന്നു, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, ഹൃദയത്തിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്? അതായത് ഈയൊരു യുഗം, അപ്പോൾ ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ കലിയുഗത്തിൻ്റെ എഫക്റ്റുകളൊക്കെ അദ്ദേഹം ഹൃദയത്തിൽ കാണുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാര്യം. യുഗം മാറുവാൻ പോകുന്നു. അപ്പോൾ അതനുസരിച്ച് നമുക്കറിയാം കലിയുഗത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും വരാൻ പോകുന്നതാണെന്നുള്ളത്. ഇപ്പോൾ കലിയുഗത്തിൻ്റെ തുടക്കമാണ്, അല്ലെങ്കിൽ ആ യുഗസന്ധ്യാ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ വ്യാസദേവൻ മുൻകൂട്ടി കാണുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം, ഇനി വരാൻ പോകുന്ന കലിയുഗത്തിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യണം, കലിയുഗത്തിലെ ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും, അവരെ സഹായിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അദ്ദേഹം
ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കിയുള്ള ശ്ലോകങ്ങൾ. ഇനി കഴിഞ്ഞിട്ടില്ല ഈ ഒരു സെക്ഷൻ. നമുക്ക് നാളെയല്ല, അടുത്ത ആഴ്ച തിങ്കളാഴ്ചയിൽ നമുക്ക് ബാക്കി തുടരാം 17ാമത്തെ ശ്ലോകം മുതൽ. ഓക്കെ. അപ്പോൾ വ്യാസദേവൻ അവിടെ മെഡിറ്റേറ്റ് ചെയ്തിരിക്കട്ടെ. കലിയുഗത്തെക്കുറിച്ച് അദ്ദേഹം, കലിയുഗത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളും നമ്മളെക്കുറിച്ചൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ്, നമ്മളെങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ സൊല്യൂഷനായിട്ട് അടുത്ത ആഴ്ചയിൽ അദ്ദേഹം വരുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു. ग्रंथराज श्रीमद् भागवतम की जाए, जगत गुरु शिला प्रभुपाद की जाए, समवेद गौर भक्तवृंद की जाए, गौड़ीय गुरुवृंद की जाए, श्री सच्चिनंदन श्री गौर हरि की जाए, श्री वृंदावन धाम की जाए. जय जय श्री राधे श्याम निताय गौर हरि बोल. थैंक यू. हरे कृष्ण. थैंक यू प्रभु. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. ഹരേ കൃഷ്ണ പ്രഭു. യെസ് പ്രഭു, ദ്വാപരയുഗത്തിന്റെ അവസാനം ജനിക്കുന്ന, ദ്വാപരയുഗത്തിലെ ആയുസ് 1000 വർഷമാണല്ലോ. അപ്പൊ അതിന്റെ അവസാനം ജനിക്കുന്ന ആൾക്കാര് പിന്നെ കലിയുഗം എത്തുമ്പോ അവർക്ക് കലിയുഗത്തിൽ 100 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ അവർക്ക് ദ്വാപരയുഗത്തിന്റെ അവസാനം ജനിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് 1000 വർഷം കിട്ടുക ആയുസ്, അതോ 100 വർഷം കിട്ടുക? രണ്ടും തമ്മിൽ മെർജിങ് അല്ലേ അവിടെ വരുന്നത്? അത് ഡിപ്പെൻസ് പ്രഭു. അതിൻ്റെ യുഗത്തിനും ഈ സന്ധ്യ 3 പാർട്ടുണ്ട്. അവസാനത്തെ അതായത് 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എപ്പോഴാണോ എന്നുള്ളത് പോലെ ഇരിക്കും. ഇപ്പോൾ കലിയുഗത്തോട് ചേർന്നിട്ടാണുള്ളതാണെങ്കിൽ കലിയുഗത്തിൻ്റെ എഫക്റ്റ് ആയിരിക്കും, ദ്വാപരത്തോട് ചേർന്നിട്ടാണെങ്കിൽ ദ്വാപരത്തിൻ്റെ ഇതായിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ യുഗസന്ധ്യയിലും ഒരു ഡിവിഷനുണ്ട്. അവിടെയും അങ്ങനെ ഫിക്സ്ഡ് അല്ല. അവിടെയും അതൊരു സെർട്ടൻ പീരീഡാണ്. അപ്പോൾ ആ പീരീഡിനെയും 2 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ചേർന്ന് നിൽക്കുന്നതനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത്. ഇതിനോട് ചേർന്നിട്ടാണ് അതുപോലെ ക്വാളിറ്റീസ് ആണെങ്കിലും ബാക്കി എല്ലാം, അതായത് പ്രോപ്പർട്ടീസ് എല്ലാം കലിയുഗത്തിൻ്റെ എഫക്റ്റുകൾ കൂടുതൽ കലിയുഗത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ കൂടുതലായിരിക്കും. ഇപ്പുറത്ത് സന്ധ്യയിലാണെങ്കിൽ, ഇപ്പുറത്തെ ഹാഫിലാണെങ്കിൽ കുറവായിരിക്കും. ദ്വാപരത്തിനോട് ചേർന്നാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പം അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. വസുവിന്റെ വളർത്തുമകളല്ലേ സത്യവതി? ഹരേ കൃഷ്ണ. എനിക്കറിയില്ല വളർത്തുമകളാണോ സ്വന്തം മകളാണോ എന്നുള്ളത് അറിയില്ല. പ്രഭു, നമ്മ ഈ ബ്രാഹ്മണര് ഭഗവാന്റെ കഥ വല്ലാത്തത് കൊണ്ടാണോ അവരുടെ കുലത്തിന്റെ ഒരു കുറവ് വന്നേ? ബ്രാഹ്മണരുടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ടോ? അതെ, പറയുമ്പോ ഹരേ കൃഷ്ണ. യെസ്, പറയൂ മാതാജി, കേട്ടില്ല. പ്രഭു, നമ്മുടെ ഈ ബ്രാഹ്മണര് ഭഗവാന്റെ കഥ കൂടുതൽ പറയാത്തത് കൊണ്ടാണോ അവരുടെ കുലത്തിനൊരു കുറവ് കാണുന്നില്ലേ ഈ ഭൗതിക ലോകത്തിൽ? ബ്രാഹ്മണരുടെ കുഴപ്പമല്ല. അത് ഈ കലിയുഗത്തിൽ ആർക്കും ക്വാളിഫിക്കേഷൻ ഇല്ല. നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളാണുള്ളത്. കാര്യം കലിയുഗത്തിലെ പ്രോബ്ലം എന്താണ്? പ്രായേണ അല്പായുഷ സഭ്യ കലോ അസ്മിൻ യുഗേജന മന്ദ സുമന്ദമതയോ മന്ദഭാഗ്യ ഉപതൃത. നമ്മൾ ഭാഗവത്തിൻ്റെ തുടക്കത്തിൽ പഠിച്ചതാണ്. ഇനി അത് മാത്രമല്ല, ഇനി അടുത്ത 2 ശ്ലോകങ്ങൾ നമ്മുടെ വ്യാസദേവൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാണുന്നു. ഇപ്പോൾ കലിയുഗത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, ഈ പറയുന്ന പ്രോബ്ലംസ് എല്ലാം. അപ്പോൾ ഈ കാലത്ത് അതുകൊണ്ട് കലിയുഗത്തിൽ എല്ലാവരും ശൂദ്രരെ പോലെയാണ് ശരിക്കും ഉള്ളത്. അപ്പോൾ ബ്രാഹ്മണരുടെ ക്വാളിറ്റീസ്, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്നുകൊണ്ട് ക്വാളിറ്റീസ് കിട്ടിക്കൊള്ളുന്നില്ല. അതേപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്ഷത്രിയരില്ല. അപ്പോൾ കലിയുഗത്തിൽ ശൂദ്രരാണ് എല്ലാവരും, അല്ലെങ്കിൽ ശൂദ്രരാണ് എല്ലാവരും എന്ന് ഉദ്ദേശിക്കുന്നത് ശൂദ്രരുടെ ഗുണങ്ങളാണ് കൂടുതലും ആളുകളിലുള്ളത്. ഇതാണ് കാര്യം. അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്ന കുലത്തിൻ്റെ പ്രശ്നമല്ല, അല്ലെങ്കിൽ അത് അവർ അങ്ങനെ ആയതുകൊണ്ടുള്ളതല്ല. ഈ കലിയുഗത്തിനൊരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം മഹാപ്രഭു പറഞ്ഞു തന്നിട്ടുള്ളത് നാമജപവും കീർത്തനവും ഭാഗവത ശ്രവണവും. കാര്യം ഇതിലൂടെ നമുക്ക് ഉയരാൻ സാധിക്കും. നമ്മുടെ കോൺഷ്യസ്നസ് അവബോധത്തെ ഉയർത്താൻ സാധിക്കും. അങ്ങനെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കും. അപ്പോൾ ബ്രാഹ്മണനായിട്ട് ജനിക്കണമെന്ന് ഒരു നിയമവും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യവും ഇല്ല.
ഭക്തരായി മാറാൻ, അല്ലെങ്കിൽ ഭഗവത് പ്രാപ്തിക്ക് ബ്രാഹ്മണ കുലത്തിൽ അല്ല ചണ്ടാലനായി കഴിഞ്ഞാലും ഭഗവാന്റെ നാമത്തെ ആശ്രയിക്കുന്നുണ്ടോ, നാമത്തെ ശരണം പ്രാപിച്ചിട്ടുണ്ടോ, അതേപോലെ ഭാഗവതം ജീവിതത്തിൽ അവർ ഭാഗവതം കേൾക്കുകയും അല്ലെങ്കിൽ ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങൾ ആചരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ശാസ്ത്രങ്ങൾ പറയുന്ന അനുസരിച്ച് ഒരു ചണ്ടാലന് പോലും ഭഗവത് പ്രാപ്തിയുണ്ട്. അതാണ് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു അലവൻസ് നമുക്കെല്ലാവർക്കും. അതാണ് കലേർ ദോഷ നിതേ രാജൻ അസ്തി ഏകോൻ മഹാഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരംപ്രജേത്. ഇത് 12ാമത്തെ സ്കന്ധത്തിൽ വരുന്നതാണ്. കലിയുഗത്തിൽ ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ, സാഗരം പോലെയാണെന്ന് പറയും ദോഷങ്ങൾ. എന്നാൽ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമുണ്ട്, അതാണ് കീർത്തനാദേവ കൃഷ്ണസ്യ. ഭഗവാന്റെ നാമം ആരാണോ ചൊല്ലുന്നത്, നാമത്തെ ആരാണോ ആശ്രയിക്കുന്നത്, മുക്തസംഗ പരംപ്രജേത്, അങ്ങനെയുള്ളവർക്ക് മുക്തി നേടാൻ സാധിക്കും, അത് ഏത് കുലത്തിലാണെങ്കിലും. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി. ശുകദേവ ഗോസ്വാമി ആകർഷിച്ച 3 ശ്ലോകങ്ങളുടെ അർത്ഥം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തരാം, ഒന്നുകൂടെ കേൾക്കാൻ മതിയായിട്ട്. ഹരേ കൃഷ്ണ. റെക്കോർഡിങ് ഞാൻ പോസ്റ്റ് ചെയ്യാം മാതാജി, റെക്കോർഡിങ് ഞാൻ ഇടാം ഇന്നലത്തെ ക്ലാസ്സിൻ്റെ, ഒന്ന് കേട്ടോളൂ. സമയമുണ്ടെങ്കിൽ വരാം, 2 മിനിറ്റ് സമയമുണ്ട്. വേറെ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം, ഇല്ലെങ്കിൽ ആ ക്വസ്റ്റ്യന് പ്രയോറിറ്റി വേണം. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഹരേ കൃഷ്ണ. ഈ നമ്മുടെ 4ാം അധ്യായം തുടങ്ങുന്നിടത്ത് വ്യാസ ഉവാച എന്ന് പറഞ്ഞിട്ടാണല്ലോ ആ ശ്ലോകം തുടങ്ങുന്നത്, ആദ്യത്തെ ശ്ലോകം. അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലോ പ്രഭുജി. അതായത് വ്യാസഭഗവാൻ ഭാഗവതം രചിച്ച് മകനെ പഠിപ്പിച്ച അദ്ദേഹം പരീക്ഷത്തിന് പറഞ്ഞുകൊടുത്ത സദസ്സിലുണ്ടായിരുന്ന സൂതഗോസ്വാമിയാണല്ലോ ഇവിടെ നൈമിഷാരണ്യത്തിൽ കഥകൾ പറയുന്നത്. അവിടെ ഈ വ്യാസ ഉവാച എന്നുള്ളത് എങ്ങനെ വന്നു എന്നൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലോ പ്രഭുജി. ഓക്കെ, കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗവതത്തെ അദ്ദേഹം ഗ്രന്ഥരൂപത്തിൽ അദ്ദേഹം രചിക്കുന്നത്, കമ്പൈൽ ചെയ്യുന്നത് പിന്നീടാണ്. അതായത് ശുകദേവ ഗോസ്വാമി പറഞ്ഞതിന് ശേഷവും സൂതഗോസ്വാമി ശൗനക ഋഷികളോട് പറഞ്ഞതിന് ശേഷമാണ് അവസാനമാണ് ഇതിനെ ഗ്രന്ഥരൂപത്തിലേക്ക് ആക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വ്യാസദേവൻ അവിടെ ഇപ്പോൾ ആ ശ്ലോകത്തിൽ വ്യാസൻ എന്നുള്ള പേര് വരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇത്. കാര്യം ഭാഗവതം ശുകദേവ ഗോസ്വാമി പറഞ്ഞപ്പോഴും ശുകദേവ ഗോസ്വാമിക്ക് വ്യാസദേവൻ പറഞ്ഞു കൊടുത്തപ്പോഴും ഇതേപോലെ 18,000 ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെയല്ല. കാര്യം ഈവൻ ബ്രഹ്മാവിന് ഭാഗവതം ഭഗവാൻ പറഞ്ഞു കൊടുത്ത 4 ശ്ലോകത്തിലാണ്. അപ്പോൾ നാരദമുനിക്കും അതേപോലെ വളരെ കുറച്ച് ശ്ലോകങ്ങളിലൂടെയാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്, ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് അതേപോലെ ശുകദേവ ഗോസ്വാമിക്ക് വ്യാസദേവൻ പറഞ്ഞു കൊടുക്കുമ്പോഴും ഈ 18,000 ശ്ലോകങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന പോലെ നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിൽ ഗ്രന്ഥരൂപത്തിലുള്ള പോലെയല്ല. അവർക്കൊക്കെ ചുരുക്കത്തിൽ എല്ലാത്തിൻ്റെ എസൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അതിനെ വിശദീകരിക്കുന്നു ശുകദേവ ഗോസ്വാമി 18,000 ശ്ലോകങ്ങളായിട്ട്. പിന്നെ അതെല്ലാം കൂടെ ചേർത്ത് വ്യാസദേവൻ അവസാനം എല്ലാ കോൺവെർസേഷനും, അതുകൊണ്ടാണ് ഭാഗവതത്തിൽ നമ്മൾ ശുകദേവ് ഗോസ്വാമിയും പരീക്ഷിത മഹാരാജും തമ്മിലുള്ള കോൺവെർസേഷൻ കേൾക്കാം. സൂത ഗോസ്വാമിയും ശൗനക ഋഷിയും തമ്മിലുള്ള സംവാദമുണ്ട്. അതേപോലെ മൈത്രേയ ഋഷിയും വിതുരരും തമ്മിലുള്ള സംവാദമുണ്ട്. നാരദമുനിയും യുധിഷ്ഠിര മഹാരാജും തമ്മിലുള്ള സംവാദമുണ്ട്. ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് എല്ലാത്തിനും ചേർത്തുകൊണ്ട് വ്യാസദേവൻ അതിനെ 18,000 ശ്ലോകങ്ങളിൽ ഒതുക്കി ഒരു ഗ്രന്ഥരൂപത്തിൽ ഭാഗവതം നമുക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നു. അതാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വ്യാസ ഉവാചാണ് അവിടെ വരുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയറായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. റൈറ്റ്, ഓക്കെ. വേറെ ഒന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കൃഷ്ണ സമയമായി. ഓക്കെ പ്രഭു, വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും വരിക. പ്രഭുജിയോട് ആദരവപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാം. യാതൊരു തടസ്സം കൂടാതെ.